LDF-ന്റെ പാലക്കാട്ടെ പരസ്യത്തിന് അനുമതിയുണ്ടായിരുന്നില്ല എന്ന വാർത്ത വരുന്നു. LDF ഇന്ന് നൽകിയ പത്രപരസ്യത്തിന് അനുമതി വാങ്ങിയിട്ടില്ല എന്ന വാർത്തയാണ് വരുന്നത്. MC സെല്ലിന്റെ അനുമതിയോടെ വേണം പത്രപരസ്യങ്ങൾ നൽകാൻ. പക്ഷേ LDF ഇത്തരത്തിൽ അനുമതി തേടിയിരുന്നില്ല. ഇന്ന് പാലക്കാട്ട് LDF നൽകിയ പത്രപരസ്യം അത് സന്ദീപ് വാര്യരുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും സമൂഹ മാധ്യമങ്ങളിലെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സരിൻ തരംഗമെന്ന് തലക്കെട്ടോടുകൂടിയുള്ള പരസ്യം, അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. നിഖിൽ പ്രവേശ് ചേരുന്നുണ്ട്. നിഖിൽ, ഈ പരസ്യം വലിയ വിവാദമാകുമ്പോൾ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം UDF പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിവരം വരുന്നത്. ആരാണ് ഈ വിവരം സ്ഥിരീകരിക്കുന്നത്? ഗോകുൽ, ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നൽകുമ്പോൾ അതിനെ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പക്ഷേ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ഈ സമിതിക്ക്, അതായത് ഇപ്പോൾ ഈ ചൂണ്ടിക്കാണുന്ന MC സെല്ലിന്റെ അനുമതിയാണ് വാങ്ങിക്കേണ്ടത്. അതിനൊരു സമിതിയുണ്ട്. അതെന്ന് പറയുന്നത് ആദ്യം PRD ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട അവർക്ക് ഇതിനുള്ള ഒരു അനുമതി പത്രം, അതായത് തങ്ങൾ എന്ത് പരസ്യമാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള പരസ്യത്തിന്റെ ഔട്ട്ലൈൻ അവർക്ക് നൽകേണ്ടതുണ്ട്. അവരാണ് അത് ആദ്യം പരിശോധിക്കുക. അവരത് പരിശോധിച്ച ശേഷം ജില്ലാ കളക്ടർക്ക് ഇത് കൈമാറണം. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഞാൻ ഇപ്പോൾ PRD ഓഫീസറെ അല്പസമയം മുൻപ് ബന്ധപ്പെട്ടിരുന്നു. അവർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇങ്ങനെയൊരു പരസ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലൈൻ തന്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല. തന്റെ കയ്യിൽ ലഭിച്ചാൽ മാത്രമേ അത് ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പറ്റൂ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി മാത്രമേ പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് സാങ്കേതികമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ ആ അനുമതി വാങ്ങൽ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഒരു ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് UDF ഉയർത്തി കാണിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്കറിയാം, ഈ പരസ്യം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഈ നിശബ്ദ പ്രചരണ ദിനത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ പ്രധാനമായും ഇത് രണ്ട് പത്രങ്ങളിലാണ്, സിറാജിലും സുപ്രഭാതത്തിലുമാണ് ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഈ രണ്ട് പത്രങ്ങളിലും പരസ്യം നൽകുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമാകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അവർ ആ സാധ്യത കുറയ്ക്കാൻ വേണ്ടി ഈ രണ്ട് പത്രങ്ങളിലും സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്ന ഒരു ആരോപണം. അത് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സന്ദീപ് വാര്യരുടെ നേരത്തെ നടത്തിയിട്ടുള്ള വിവിധ പരാമർശങ്ങൾ, അത് വർഗീയമായിട്ടുള്ള പരാമർശങ്ങളടക്കം വീണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് വർഗീയ ചേരിതിരിവ് നടത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നതെന്നും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ആരോപിച്ചിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു പതിപ്പ്, ഒരു ഗ്ലോറിഫൈഡ് പതിപ്പാണ് ഇപ്പോൾ നമുക്ക് പാലക്കാട് കാണാൻ കഴിയുന്നത് എന്നായിരുന്നു രാവിലെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. CPM ഇത്രയും തരം താഴേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നാണ് K. സുധാകരൻ ചോദിച്ചത്.